ഹായ്! ഇന്ന് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷവും ഇത്തിരി സങ്കടവും ഉണ്ടായ ദിവസമായിരുന്നു. ഇന്ന് പ്രണവി മോൾക്ക് കാതുകുത്താൻ പോവാണ് ട്ടോ. അവൾക്ക് 6 മാസം കംപ്ലീറ്റ് ആയി. അപ്പോൾ പിന്നെ പെട്ടെന്ന് കുത്തിക്കളയാന്ന് വിചാരിച്ചു. ഒരുപാട് വൈകിയാൽ വേദന ഉണ്ടാവുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വൈകിട്ടാണ് പോകുന്നത് ട്ടോ. കാരണം പല്ലവി മോൾ സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവൾ വന്ന് അവളെയും കൂട്ടി പോവാമെന്ന് വിചാരിച്ചു. ഏട്ടനും റെഡിയായി, ഞാനും റെഡിയായി. അങ്ങനെ മോളെയും റെഡിയാക്കി ട്ടോ. 4 മണിയാകുമ്പോൾ മോള് വരും. അപ്പം പിന്നെ അവൾ വന്നപ്പാട് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മോളെയും കാത്ത് നിൽക്കലാണ് ട്ടോ. അപ്പോൾ റിക്ഷ വന്നു. അവൾ വന്നപ്പാട് കാണുന്നത് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുന്നതാണ് ട്ടോ. അപ്പോൾ എവിടെയോ അമ്മയും അച്ഛനും മോളെയും കൂട്ടി പോയിട്ട് വന്നതാണെന്നാണ് അവൾ വിചാരിച്ചത്. അപ്പോൾ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. എവിടെയോ പോയി എന്നെ കൂട്ടാതെ എന്ന് വെച്ചിട്ട്. അപ്പോൾ കാതുകുത്താൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവൾ കുളിച്ച് റെഡിയായി. അവൾക്കും പേടിയുണ്ട് ട്ടോ. ഞങ്ങളെപ്പോലെ തന്നെ അവൾക്കും നല്ല പേടിയുണ്ട്. അമ്മേ മോള് കരയോ, മോൾക്ക് വേദനയാവില്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയത് എവിടെയാണെന്ന് വെച്ചാൽ ബിന്ദു ജ്വല്ലറിയിലാണ് ട്ടോ. കാസർഗോഡ് ബിന്ദു ജ്വല്ലറിയിൽ നിന്നാണ് മോൾക്ക് കാതുകുത്താൻ പോകുന്നത്. പല്ലവി മോൾക്കും ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് ട്ടോ കാതുകുത്തിയത്. ആദ്യം ഞങ്ങൾ എന്താ പറയുക ഗൺ ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് അവിടുന്ന് എല്ലാവരും പറഞ്ഞു അത് ചില കുട്ടികൾക്ക് അലർജിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. മറ്റേ രീതിയിൽ കാതുകുത്തുന്നതാണ് നല്ലതെന്ന്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ കുത്തിക്കളയാമെന്ന്. അങ്ങനെ ചെറിയൊരു കമ്മൽ വാങ്ങി ട്ടോ. അവിടുന്ന് ചെറിയൊരു മുട്ട് കമ്മൽ വാങ്ങി. അങ്ങനെ കുത്തി. അവൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പല്ലവി മോൾ ഒരുപാട് എന്താ പറയുക അവളെ കരയാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവളെ വേദന കൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. കാത് രണ്ടും കുത്തിയതിന് ശേഷം അത്ര കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ശരിയായി ട്ടോ. അധികം കരഞ്ഞിട്ടൊന്നുമില്ല. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് എവിടെ വെച്ചാൽ ചായ കുടിക്കാൻ പോയി ട്ടോ. അവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്, ഉടുപ്പി ഹോട്ടൽ. അവിടെയാണ് ഞങ്ങൾ പോയത്. അപ്പം ഞാൻ മസാല ദോശയാണ് പറഞ്ഞത്. ഏട്ടനും പല്ലുവും പൂരിയാണ് ട്ടോ പറഞ്ഞത്. പിന്നെ എക്സ്ട്രാ അതിൻ്റെ കൂടെ ഗോബി മഞ്ചൂരി കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പല്ലവിക്ക് അതിനേക്കാളും ഇഷ്ടമാണ് ട്ടോ. ഭയങ്കര ടേസ്റ്റും ഉണ്ടായിരുന്നു ട്ടോ. നല്ല ടേസ്റ്റായിരുന്നു ഗോബി മഞ്ചൂരിക്ക്. അങ്ങനെ പല്ലു ആദ്യം തന്നെ ട്രൈ ചെയ്തു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ രാത്രിയായി ട്ടോ. ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ് ഇരുട്ടായിട്ടുണ്ടായിരുന്നു. മോൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ. എനിക്ക് പേടിയുണ്ടായിരുന്നു അവൾക്ക് വേദന എടുക്കുമോ എന്നൊക്കെ വെച്ച് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ അവൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഉപ്പിൻ്റെ വെള്ളം ഉണ്ടല്ലോ, നമ്മുടെ ഉപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് അത് കാതിനിങ്ങനെ തടവി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഉപ്പിൻ്റെ വെള്ളം വെച്ചിട്ട് ഒന്ന് കാത് കഴുകി കൊടുത്താൽ പെട്ടെന്ന് എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടെങ്കിൽ ഉണങ്ങുമെന്ന്. അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവൾ ഹാപ്പി ആയിരുന്നു കേട്ടോ.